ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് ചൂരച്ചുക്ക റെഡിയാക്കാം കേട്ടോ. ഇതൊരു ഫിഷിംഗ് ബോട്ടിൽ ഒരു റെസിപ്പി കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്യണം കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യണം. അപ്പം നമ്മളുടെ ചൂര കുടംപൊടി ഇട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചേക്കണേ കേട്ടോ. അതേപോലെ നമ്മുടെ കുരുമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 സവാള ഉണ്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കണം. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 പച്ചമുളക് കൂടി കൂട്ടത്തിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പണി തുടങ്ങാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളുടെ കടുക് ഇട്ട് കൊടുക്കാം. അവനങ്ങനെ അതേ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ പൊട്ടിക്കൊണ്ടിരിക്കേണ്ട. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു പിഞ്ചി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് മൂത്തങ്ങോട്ട് കഴിയുമ്പോൾ നമ്മളുടെ വറ്റൽ മുളക് കുറച്ചിട്ട് കൊടുക്കാം. അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇത് കിഡിലൻ സംഭവം ഉണ്ടോ. അങ്ങനെ നമ്മളുടെ അതേ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടി ചേർത്തു. ജസ്റ്റ് ഇതൊന്ന് വഴറ്റി എടുക്കാം. അത് ജസ്റ്റ് വഴണ്ട് വന്നപ്പോൾ നമുക്ക് രണ്ട് തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ സമയത്ത്. ഇനി നമുക്ക് നമ്മളുടെ പൊടികളൊക്കെ ഇട്ട് തുടങ്ങാം. ആദ്യം മഞ്ഞൾപ്പൊടി, അതിന് ശേഷം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് കാരണം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഗരം മസാല, ഇതൊരു പ്രത്യേക റെസിപ്പിയാണ് കേട്ടോ. ഫിഷ് മസാല, ജസ്റ്റ് പരീക്ഷണമാണ് ഇതെല്ലാം. അങ്ങനെ നമ്മളെ ചതച്ച് വെച്ച കുരുമുളകും കൂടി നമ്മൾ ചേർത്തു. ഇതൊന്നും അതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മളുടെ ഉടച്ച് വെച്ചേക്കണ ഫിഷ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 300 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഇത് പരീക്ഷണമായതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തോളൂ. അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതൊരു ശരിക്കും ഉടച്ചൊന്ന് കൊടുക്കണം കേട്ടോ. നമുക്ക് മീൻ ഉടയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉടച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റോളം നമുക്ക് ചെറു ചൂടിൽ ഇട്ടിട്ട് ഇത് വേവിക്കണം കേട്ടോ. അങ്ങനെ അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളെ ചൂരച്ചുക്ക റെഡി. ഇത് കിടിലൻ ഐറ്റം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.